താനൂരിൽ അമ്മയെയും മകളെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. താനൂർ പനങ്ങാട്ടൂർ മഠത്തിൽ റോഡ് മേനോൻ പീടികയ്ക്ക് കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന കാലടി ലക്ഷ്മി എന്ന ബേബി, മകൾ ദീപ്തി എന്നിവരാണ് മരിച്ചത്. മരണപ്പെട്ട ദീപ്തി സംസാരശേഷിയില്ലാത്തതും നടക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയുമായിരുന്നു. ബേബിയെ തൂങ്ങി മരിച്ച നിലയിലും മകൾ കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മൂത്ത മകൻ ദീപക് താമസിക്കുന്നത് ഈ വീടിലാണ്. സമീപം ഇളയ മകൻ ലിജേഷ് താമസിക്കുന്നുണ്ട്. ദീപക് ജോലി ആവശ്യത്തിന് നിലമ്പൂരിലാണ്. ദീപകിന്റെ ഭാര്യ രേഷ്മയും മകളുമാണ് വീട്ടിലുള്ളത്. വാതിൽ തുറക്കാത്തത് കണ്ടപ്പോൾ രേഷ്മ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലാണ് കണ്ടെത്തിയത്. മരണപ്പെട്ട ദീപ്തി സംസാരശേഷിയില്ലാത്തതും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുമാണ്. ബേബിയുടെ ഭർത്താവ് സുബ്രഹ്മണ്യൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചയാളാണ്. 15 വർഷങ്ങൾക്ക് മുൻപ് കൂട്ടുമൂച്ചിയിൽ വെച്ചുണ്ടായ ബസ് അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു. താനൂർ ഡിവൈഎസ്പി പയസ് ജോർജ്, CI ടോണി ജെ മറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. മലപ്പുറത്ത് നിന്ന് ഫിംഗർ പ്രിന്റ് വിഭാഗത്തിലെ ഡോക്ടർ മിനി മുബീന എന്നിവരുടെ നേതൃത്വത്തിൽ വിരലടയാള പരിശോധനയും നടത്തി. ഈ ചാനൽ ന്യൂസ്, തിരൂർ. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.